ഹരേ കൃഷ്ണ. കേരളത്തിലെ പമ്പാ നദിയുടെ തീരത്ത് ഭഗവാൻ പാർത്ഥസാരഥി രൂപത്തിൽ ഭക്തർക്ക് ദർശനമേകുന്നു. ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രം മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ പ്രതിഷ്ഠിച്ച ആറന്മുളയിലെ പാർത്ഥസാരഥി കൃഷ്ണൻ. ഈ പ്രദേശത്ത് ഭഗവാന്റെ ചൈതന്യവും മാഹാത്മ്യവും വിളങ്ങി നിൽക്കുന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തില് ഒരു വഴിപാടുണ്ട്. ആറന്മുളയൂട്ട് എന്നാണ് പറയുക. സാധാരണയായിട്ട് നടത്തിപ്പോരുന്ന ഒരു വഴിപാടാണിത്. കുട്ടികൾക്ക് തേച്ചു കുളിക്കാൻ എണ്ണയും അവർ കുളി കഴിഞ്ഞു വരുമ്പോൾ അവർക്ക് ചതുർവിധ വിഭവങ്ങളോട് കൂടിയിട്ടുള്ള സദ്യയും നൽകിയാൽ ഭഗവാൻ പ്രസാദിക്കുമെന്നും അവരുടെ കുടുംബത്തിന് സകല ഐശ്വര്യങ്ങൾ ഉണ്ടാവുമെന്നുമാണ് വിശ്വാസം. ഇത്തരത്തിൽ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിന് പറയുന്നതാണ് ആറന്മുളയൂട്ട്. ഈ ആറന്മുളയൂട്ടിൽ ഒരിക്കൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ആറന്മുള പാർത്ഥസാരഥി കൃഷ്ണൻ തന്നെ വന്ന ഒരു അനുഭവ കഥയുണ്ട്. ആ കഥയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഭഗവാന്റെ നാട്ടുകാരിത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു തരണം. വില്വമംഗലം സ്വാമിയാരെ കുറിച്ച് നമ്മളെല്ലാവർക്കും അറിയാം. ദിവ്യനായിരുന്നു അദ്ദേഹം. തൻ്റെ നേത്രങ്ങൾ കൊണ്ട് ഭഗവാനെ അടുത്ത് കാണാൻ പറ്റുന്ന ആള്. ഭഗവാനെ തൻ്റെ സ്വന്തം മകനെ പോലെ വാത്സല്യത്തോടെ പരിപാലിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാൾ, ഒരു മഹാത്മാവ്. അദ്ദേഹം ഒരിക്കൽ ആറന്മുളയൂട്ട് നടക്കുമ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയാണ്. ഉത്സവത്തോടനുബന്ധിച്ചാണത്രേ ആറന്മുളയൂട്ട് നടക്കുക. ആ സമയത്ത് അദ്ദേഹം അവിടെ വന്നപ്പോൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ഭഗവാന്റെ ദർശനം ലഭിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ശ്രീകോവിൽ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഭഗവാന് പുറത്തിറങ്ങി പോയിട്ടുണ്ട്. എന്നാൽ ദിവ്യനായിട്ടുള്ള വില്വമംഗലം സ്വാമിയാർക്കറിയാം ഭഗവാന്റെ ഒരു പ്രകൃതി അങ്ങനെയാണ്. ഭഗവാൻ ഈ ആൾക്കൂട്ടത്തിൽ എവിടെയോ ഉണ്ട്. നാടകശാലയിലാണ് ആറന്മുളയൂട്ട് നടക്കുന്നത്. വില്വമംഗലം ഭഗവാൻ ഇങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഭഗവാൻ നാടകശാലയിൽ കുട്ടികളോടൊപ്പം ഇരുന്ന് ആറന്മുളയൂട്ടിൽ പങ്കെടുക്കുകയാണ്. ഒരു ബ്രാഹ്മണ കുട്ടിയുടെ വേഷത്തിൽ ഭഗവാന് ആ കുട്ടികളോടൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് വില്വമംഗലം സ്വാമിയാർ കാണുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം ഭഗവാനെ തേടി പോവുകയാണ്. ഈ വില്വമംഗലം സ്വാമിയാരെ കണ്ട ഉടനെ തന്നെ ഭഗവാനെ എല്ലാം മടക്കിയെടുത്തിട്ട് ഓടി മറിയാൻ ശ്രമിക്കുകയാണ്. വില്വമംഗലം സ്വാമിയാരും ഭഗവാന്റെ പിന്നാലെ ഓടുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ മറ്റു കുട്ടികളും ഇങ്ങനെ നോക്കുകയാണ്. കണ്ണന്റെയും വില്വമംഗലത്തിന്റെയും ഓട്ടത്തിനിടയിൽ ചോറുകുട്ടകളും കറികളും പാത്രങ്ങളും എല്ലാം ചിന്നിച്ചിതറി. നാടകശാലയാകെ പാത്രങ്ങൾ കൊണ്ടും കറികൾ കൊണ്ടും അതുപോലെ ചോറ് കൊണ്ടും തട്ടിത്തൂവാണ്. ചോറെല്ലാം തട്ടിത്തൂവാണ് വില്വമംഗലത്തിൻ്റെയും കണ്ണൻ്റെയും ഓട്ടത്തിനിടയിൽ. ഇത് കണ്ടിട്ട് മറ്റു കുട്ടികളും കാര്യം എന്താണെന്ന് അറിയാതെ ഓടാൻ തുടങ്ങി. നാടകശാലയാകെ ചോറും കറികളും പാത്രങ്ങളും കൊണ്ട് നിറയാണ്. ഈ ഓർമ്മയ്ക്കായിട്ട് പിന്നീട് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ചോറ് തട്ടിത്തൂവിയുള്ള ഒരു ഓട്ടം നടന്നു പോന്നു. പിന്നീട് ചോറ് തട്ടിത്തൂവുന്നതും ചവിട്ടി അരയ്ക്കുന്നതും തെറ്റാണെന്ന ബോധ്യം വന്നതോടുകൂടി ഈ ചടങ്ങ് സാധാരണ ഒരു സദ്യയായിട്ട് മാറുകയാണ്. ഇപ്പോഴും ഭഗവാൻ ആറന്മുളയൂട്ട് നടക്കുമ്പോൾ കുട്ടികളോടൊപ്പം സദ്യ കഴിക്കാൻ വരുമെന്ന് വിശ്വസിക്കുന്നു. അതൊരു വിശ്വാസം മാത്രമല്ല, അത് അനുഭവം തന്നെയാണ്. ഇപ്രകാരം ഇന്നും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ ആറന്മുള സന്നിധിയിൽ ആറന്മുളയൂട്ട് നടന്നു പോരുന്നു.
ഈ ആറന്മുളയൂട്ടിന് ഇത്ര കുട്ടികൾ വേണമെന്നൊന്നുമില്ല. ചിലർ 12 കുട്ടികൾക്ക്, ചില ആൾക്കാർ 36 കുട്ടികൾക്ക്, 106 കുട്ടികൾക്ക്, സമ്പന്നരാണെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികൾക്കും സദ്യ കൊടുക്കാറുണ്ട്. ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് കുട്ടികളോടൊപ്പം ഇരുന്ന് സദ്യയുണ്ട ഒരു അനുഭവം ഇന്നും ആറന്മുളയപ്പൻ്റെ നാട്ടുകാർ വളരെ ഭക്തിയോട് കൂടിയിട്ട് ഓർക്കുന്നുണ്ടാകും. ആറന്മുളയൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാനാവിധ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും ആറന്മുളയൂട്ടിൽ പങ്കെടുക്കാം. ഏത് ജാതിയിൽപ്പെട്ട കുട്ടികൾക്കും ഭക്ഷണം നൽകുന്നത് ഭഗവാന് ആറന്മുളയപ്പന് ഏറെ പ്രിയകരവുമാണ്. ഭഗവാന് ജാതിയില്ല, മതമില്ല, തന്നോടുള്ള ഭക്തി മാത്രമാണത്രേ ഭഗവാന് പ്രധാനം. എല്ലാവരെയും ആറന്മുളയപ്പൻ അനുഗ്രഹിക്കട്ടെ. ഉത്രട്ടാതി വള്ളംകളി പോലെ തന്നെ ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്, ഒരു വഴിപാടാണത്രേ ആറന്മുളയൂട്ട്. മാത്രമല്ല കുട്ടികളെ അടിമ കിടത്തുന്ന ഒരു വഴിപാടും കൂടി ഇന്നും നടത്തി പോരുന്നു.